എൻ്റെ ഒരു വിഷയത്തെ ഞാനിത് സമീപിക്കും. നേരത്തെ സ്മൃതിക്ക് പറഞ്ഞ ഒരു വാചകത്തിൽ നിന്ന് തുടങ്ങാം. ഏത് മുദ്രാവാക്യത്തിലായിരിക്കും LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? അത് LDFിൻ്റെ കയ്യിൽ മുദ്രാവാക്യങ്ങളൊക്കെ വ്യക്തമാണ്, നമ്മുടെ മുന്നിൽ കണ്ടല്ലോ. ഇന്ത്യക്ക് സാമ്പത്തികമായ ധനവിതരണത്തിന് യൂണിയൻ ഗവൺമെൻറ്റിനുള്ള കേന്ദ്ര സർക്കാരിനുള്ള അധികാരം ഉപയോഗിച്ച് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ ഒന്നാകെ ഞെക്കിപ്പിഴിയുമ്പോൾ ഡൽഹിയിൽ പോയി സമരം നടത്താനും അവിടെ നിന്ന് അർഹതപ്പെട്ടത് വാങ്ങിയെടുക്കാൻ വേണ്ടി സുപ്രീം കോടതിയിലേക്ക് കേസ് പോകാനും അവിടെ ശക്തമായ നിലപാടെടുക്കാനും ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ധൈര്യമായി പറയും. ഇന്ന് തെരുവിലൊരു കുട്ടിയോട് നിങ്ങൾ ചോദിക്കൂ, തെരുവിലൊരു സാധാരണ കർഷകനോട് ചോദിക്കൂ, കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥയ്ക്ക് കാരണം എന്താണ്? അവർ പറയുന്ന ആദ്യത്തെ വാചകങ്ങളിൽ നിന്ന് കേന്ദ്രം നമ്മളെ ഞെരുക്കുന്നു എന്നുള്ളതാണ്. ഇത് രാഷ്ട്രീയമായി കേരളത്തിൽ ഒരാശയപരമായിട്ട് വിനിമയം ചെയ്തു, ആശയപരമായി കേരളത്തിലെ ജനങ്ങളെ അറിയിച്ചു എന്നുള്ളതാണ് LDF സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിനോടുള്ള സമരത്തിൻ്റെ ഒരു നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ എനിക്ക് മറുചോദ്യമുണ്ട്. പ്രതിപക്ഷം എന്ത് മുദ്രാവാക്യമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്താൻ പോകുന്നത്? PMCക്കെതിരെയുള്ള ഒരു മുദ്രാവാക്യം കേരളത്തിലെ കോൺഗ്രസിന് ഉയർത്താൻ കഴിയുമോ? കേരളത്തിലെ കോൺഗ്രസിന് ഉയർത്താൻ കഴിയും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ? PMC, ഞാൻ അത്ഭുതപ്പെടുകയാണ്. UDSF മറ്റന്നാൾ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജസ്ഥാനിൽ ഈ PMC പദ്ധതി ഒപ്പിട്ടതാരാണ്? അത് കോൺഗ്രസ് അല്ലേ? ഞാനൊരു കണക്ക് പ്രേക്ഷകരോട് പറയാം. 4 സംസ്ഥാനങ്ങൾ എടുക്കൂ. രാജസ്ഥാൻ അന്ന് ഒപ്പിട്ടപ്പോൾ, ഇന്ന് രാജസ്ഥാനിൽ ഭരണം നഷ്ടപ്പെട്ടു. രാജസ്ഥാനിൽ 639 സ്കൂളുകളാണ് അന്ന് അശോക് ഗെഹ്ലോട്ടിൻ്റെ നേതൃത്വത്തിൽ PMC പദ്ധതിയിൽ ഒപ്പിടുന്ന ആദ്യത്തെ 13 സംസ്ഥാനങ്ങളിൽ ഒന്നായി മാറിയത്. കോൺഗ്രസ് ഭരിക്കുന്ന ഈ അതേ രാജസ്ഥാൻ, ഓർമ്മിക്കണം, അന്ന് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അടക്കം NEP പദ്ധതിയെ സംശയിക്കുകയും കോൺഗ്രസിൻ്റെ ബുദ്ധിജീവികൾ NEPക്കെതിരെ ഖണ്ഡമായി ഇതേപോലെ എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അശോക് ഗെഹ്ലോട്ട് ഈ NEPയുടെ വരുംവരായികളെക്കുറിച്ച് ആലോചിക്കാതെ തന്നെ PMC പദ്ധതിയിൽ ഒപ്പിട്ട് 639 സ്കൂളുകൾ ഈ പ്രൈം മിനിസ്റ്റേഴ്സ് ഈ പദ്ധതിയുടെ ഭാഗമായി രാജസ്ഥാനിൽ നടപ്പിലാക്കി. 2022 ആദ്യത്തെ ബാച്ചിൽ വന്ന സ്റ്റേറ്റിൻ്റെ പേരാണ് രാജസ്ഥാൻ. ഭരിച്ചത് അശോക് ഗെഹ്ലോട്ട്, അവിടെ നേതൃത്വം നൽകിയത് കോൺഗ്രസ്. ഇനി ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ, തെലങ്കാന ഒപ്പിട്ടത് BJP ആണ്. പക്ഷേ അതിൻ്റെ 2ാം ഗഡു കൈപ്പറ്റിയതാരാ? രേവന്ത് റെഡ്ഡി അധികാരത്തിലേക്ക് വരുമ്പോൾ ഈ ഓപ്ഷനിൽ നിന്ന് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിന് 30 ദിവസം മുമ്പ് ഒരു നോട്ടീസ് സെർവ് ചെയ്യുകയും ഇതിൽ നിന്ന് പിന്മാറുന്നു. പഞ്ചാബ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പഞ്ചാബ് ഈ പദ്ധതിയിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ളൊരു റിക്വസ്റ്റ് കേന്ദ്രത്തിന് കൊടുത്തു. അങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഈ പദ്ധതി ഞങ്ങൾക്ക് വേണ്ട. പഞ്ചാബിന് മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു, അവിടെ സ്കൂൾ ഓഫ് എമിനൻസ് എന്ന പദ്ധതിയാണ്. രേവന്ത് റെഡ്ഡിയുടെ കയ്യിൽ എന്ത് പദ്ധതി ഉണ്ടായിരുന്നു? ഒരു കുന്തം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് രേവന്ത് റെഡ്ഡി എന്ത് ചെയ്തു? കിട്ടിയ പണം പോരട്ടെ, എന്താണോ ചന്ദ്രശേഖർ റാവു ഒപ്പുവെച്ചത് അതേപടി തുടരാൻ തീരുമാനിച്ചു. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയുടെ സ്കൂളിൽ തെലങ്കാനയിൽ 794 സ്കൂളുകൾ PMC പദ്ധതിയിൽ ഇന്നിപ്പോൾ ചേർത്തിട്ടുണ്ട്. രേവന്ത് റെഡ്ഡിയുടെ വെബ്സൈറ്റിൽ പോയാൽ കാണാം. കർണാടകയിൽ BJP ആണ് ഒപ്പിട്ടത് 585 സ്കൂളുകൾ. ഇപ്പോഴും സിദ്ധരാമയ്യയുടെയും D. ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ചില പദ്ധതിയുടെ കാര്യത്തിലൊക്കെ ചില എതിർപ്പൊക്കെ പറഞ്ഞു. എന്താ എതിർപ്പ് പറഞ്ഞത്? 60-40 പോരാന്നാ പറഞ്ഞത്. കേന്ദ്രം തരുന്നത് 60 പോരാ, കേന്ദ്രം 70-80 തരണം, ബാക്കിയാക്കണമെന്ന് പറഞ്ഞു. പക്ഷേ കേന്ദ്രം പറഞ്ഞു 60% തരാൻ കഴിയൂ. അങ്ങനെ ഇപ്പോഴും കർണാടകയിൽ, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ 585 സ്കൂളുകൾ ഇപ്പോഴും PMC പദ്ധതിയുടെ ഭാഗമായി ഈ പറയുന്ന NEP ഭാഗികമായി നടപ്പിലാക്കിയും ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി തെലങ്കാന, ഇനി ഹിമാചൽ പ്രദേശ് 199 സ്കൂളുകളാണ് ഹിമാചൽ പ്രദേശിൽ, കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ PMC പദ്ധതിയിലുള്ളത്. അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലെ 639 സ്കൂളുകൾ PMC പദ്ധതിയുടെ ഭാഗമാണ്. ഭരിച്ചിരുന്ന രാജസ്ഥാനിൽ 639 സ്കൂളുകൾ PMC പദ്ധതിയുടെ ഭാഗമാണ്. കോൺഗ്രസ് ഇപ്പോൾ ഭരിക്കുന്ന തെലങ്കാനയിൽ 799 സ്കൂളുകൾ PMC പദ്ധതിയുടെ ഭാഗമാണ്. കർണാടകയിൽ, കോൺഗ്രസ് ഇപ്പോൾ ഭരിക്കുന്ന കർണാടകയിൽ 585 സ്കൂളുകൾ PMC പദ്ധതിയുടെ ഭാഗമാണ്. ഹിമാചൽ പ്രദേശിൽ 199 സ്കൂളുകളും PMC പദ്ധതിയുടെ ഭാഗമാണ്. ഈ 3 സംസ്ഥാനങ്ങൾ, രാജസ്ഥാൻ നമുക്ക് വിടാം, അവിടെ ഇപ്പോൾ BJP ആണ്. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിലുമായി 626 കോടി രൂപയാണ് PMC പദ്ധതിയുടെ ഭാഗം മാത്രമായി ഈ 3 സർക്കാരുകളും വാങ്ങിച്ചെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് സർക്കാരുകൾ വാങ്ങിച്ചെടുത്തിരിക്കുന്നത് 5243 കോടി രൂപയാണ്. അതിൻ്റെ പേരിൽ ഒരു കുടിശ്ശികയും ഇല്ലാതെ സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായി 3 സംസ്ഥാനങ്ങൾക്കും കിട്ടിയിരിക്കുന്നത്. എൻ്റെ ചോദ്യം, ഈ പൈസ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടി യൂണിഫോമും പഠന ഉപകരണങ്ങളും സൗജന്യമായി സർക്കാരിനെ കൊടുക്കാൻ പ്രാപ്തമാക്കുന്ന ഈ പണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വേണമെന്ന് പറയുകയും, എന്നാൽ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് SSAയുടെ കാര്യത്തിലുള്ള കുടിശ്ശിക 1153 കോടി രൂപയാണ് എന്നുള്ളത് പ്രേക്ഷകർ ഓർമ്മിക്കണം. PMC കൂടെ കൂട്ടിയാൽ 1460 കോടി രൂപ വരും. ഈ പണം വേണ്ടെന്ന് വെച്ചാൽ ഇവിടെ ആരാണ് ബുദ്ധിമുട്ടാൻ പോകുന്നത്? ഇവിടെ ബുദ്ധിമുട്ടാൻ പോകുന്നത് ഇവിടുത്തെ
പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾക്ക് അവരുടെ സ്കൂൾ യൂണിഫോമിന് സൗജന്യമായിട്ടുള്ള പാഠപുസ്തകങ്ങൾക്ക് അവരുടെ വിവിധ തരത്തിലുള്ള ഫെലോഷിപ്പുകൾക്ക് സ്കോളർഷിപ്പുകൾക്ക് സർവശിക്ഷ കേരളയുടെ ഭാഗമായി ഭിന്നശേഷിയിൽപ്പെട്ട 1.8 ലക്ഷം വിദ്യാർത്ഥികൾക്ക് SSKയിൽ ഉൾപ്പെട്ട 40 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് പെൺകുട്ടികൾക്ക് ഒക്കെ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ഇല്ലാതായി പോകുന്നൊരു ബുദ്ധിമുട്ടുണ്ടാകും. കേരളം സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണെന്ന് ബുദ്ധിമുട്ടിലാക്കുകയാണ്. എങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ കുറേ ചർച്ചകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കേന്ദ്രം നമ്മളെ ധനവിതരണത്തിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വിശദമായി തന്നെ നമ്മൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയും വേണം. അതിന് ഈ പാനലിരിക്കുന്ന ആർക്കും എതിർപ്പുണ്ടാവില്ലല്ലോ. ധനകാര്യ കമ്മീഷന്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രതിപക്ഷ ഗവൺമെന്റുകൾക്ക് അത് എതിരായിത്തീരുന്ന സാഹചര്യം ഉണ്ടാവുകയും അത് മുതലാക്കാൻ ശ്രമിച്ചത് നികുതിയുടെ വിഹിതം നമുക്ക് വെട്ടിക്കുറയ്ക്കത്തക്ക രീതിയിൽ GST കൊണ്ടുവരികയും കോമ്പൻസേഷൻ പൂർണ്ണമായിട്ടും നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നത്, അതിൻ്റെ പേരിലുള്ള നഷ്ടപരിഹാരം ഇനിയും നമ്മൾ ആവശ്യപ്പെടുന്നത്, വായ്പാ പരിധി കുറയ്ക്കുന്നത്, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ SSK ഫണ്ട് സ്വീകരിക്കാം. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ SSK ഫണ്ട് കുടിശ്ശികയാണെങ്കിലും നിങ്ങൾ സമരം ചെയ്തോളൂ എന്ന് പറയുന്നത് വ്യക്തമായി ഇരട്ടത്താപ്പാണ്. ഈ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ പൊതുവിദ്യാലയങ്ങൾ ഏത് സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ വികസിച്ചത്? ഞാനൊരു കണക്കെടുത്ത് നോക്കുകയായിരുന്നു. 1000 സ്കൂളുകളോളം പൂട്ടിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 1000 സ്കൂൾ സർക്കാർ മേഖലയിൽ പൂട്ടിയിട്ടില്ല, 993 ഉള്ളൂ. 7 സ്കൂളുകളുടെ കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 2500ഓളം സ്കൂളുകൾ, അത് സ്വകാര്യ മേഖലയിലും എയ്ഡഡ് മേഖലയിലും അൺഎയ്ഡഡ് മേഖലയിലുമായിട്ട് 2012 എന്താ ഒരു പദപ്രയോഗം എന്നറിയാമോ? കേരളത്തിൽ നമ്മൾ ആദ്യമായി കേട്ട പദപ്രയോഗമാണ് സ്കൂളുകൾ ആദായകരമല്ലാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട സർക്കാരാണ് 2012 ഇറങ്ങിപ്പോയി UDF സർക്കാർ. ഇപ്പോൾ എന്താ കേരളത്തിലെ പൊതുവിദ്യാലയത്തിൻ്റെ അവസ്ഥ? കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ലാഭകരം, ഇതിന് ഇൻവേർട്ടഡ് കോമ ആ വാക്കാണ് ഉപയോഗിച്ച് നോക്കൂ. NEP വരുന്നതിന് മുമ്പ് എത്രമാത്രം വാണിജ്യമായ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അനാദായകരം എന്ന പേരിൽ പൂട്ടിപ്പോയി. 1993 ഗവൺമെൻറ് സ്കൂളുകൾ ആ ക്ലോഷറിന് വേണ്ടിയിട്ട് നോട്ടീസ് കൊടുത്തു. ഏകദേശം 190 സ്കൂളുകളിലൂടെ ചാവി കൈമാറാൻ മാർച്ച് 31-ാം തീയതിക്ക് മുമ്പ് 2012 ഉത്തരവിട്ടിരുന്നു അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ. ആ നിലയിൽ നിന്നാണ് 11 ലക്ഷം പുതിയ വിദ്യാർത്ഥികൾ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലേക്ക് വന്ന് മികച്ച രീതിയിൽ കേരളത്തിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കേരളത്തിൽ ഇനി വരുന്ന 3 സംശയങ്ങളുണ്ടല്ലോ. അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇവിടെ സവർക്കറെ പഠിപ്പിക്കുമോ? K. സുരേന്ദ്രൻ പറഞ്ഞല്ലോ, ഇവിടെ വർഗീയമായിട്ടുള്ള പഠനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. അതുണ്ടാവില്ല എന്നുള്ളതിൻ്റെ ഉറപ്പ് ഇന്ന് മുഖ്യമന്ത്രി നൽകുന്നുവെന്ന് മാത്രമല്ല, കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ പറയുന്നുണ്ട്, സ്കൂൾ കരിക്കുലമാണെങ്കിലും പാഠപുസ്തകങ്ങളാണെങ്കിലും അതാത് സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാം. NEP ഒരു മാതൃക മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ NEP-യിലെ പാഠപുസ്തകങ്ങൾ NCERT ഓപ്റ്റ് ചെയ്യാം, ബാർ സ്റ്റേറ്റ് കരിക്കുലം ഓപ്റ്റ് ചെയ്യാം. PMC നടപ്പിലാക്കുന്നത് കൊണ്ട് ഒരു സ്കൂളിലും കേന്ദ്രത്തിൻ്റെ ഫ്രെയിംവർക്ക് നമ്മൾ പഠിക്കേണ്ടതില്ല. ദാറ്റ്സ് എ ഫാക്ട്. അതൊരു ഫാക്റ്റായി നമ്മുടെ മുന്നിൽ തുടരുന്നു. NCERT-യുടെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കണമെന്ന് നിർബന്ധമില്ല. NCERT-യുടെ പാഠപുസ്തകം പഠിച്ചില്ലെങ്കിൽ SCERT പഠിപ്പിക്കുന്നിടത്ത് ആരാണ് സവർക്കറെ കൊണ്ടുവരിക? ധൈര്യം ആർക്കാണുള്ളത്? കേരളത്തിലെ SCERT പാഠപുസ്തകങ്ങളിൽ SCERT സവർക്കറെ കൊണ്ടുവരാനുള്ള ധൈര്യം ആർക്കാണ് ഉണ്ടാവുക? അതങ്ങനെ NCERT പാഠപുസ്തകം ഏതെങ്കിലും ഇതിനകത്ത് റെഫറൻസ് എടുത്താൽ പോലും അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ശേഷിയുള്ള അധ്യാപകർ നമ്മുടെ സമൂഹത്തിലില്ലേ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഈ അധ്യാപകരെ അവിശ്വസിക്കണോ, SCERT അവിശ്വസിക്കണോ എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞത്. മുഗൾ രാജവംശത്തെക്കുറിച്ചുള്ള ഭാഗം വെട്ടിക്കുറയ്ക്കുമ്പോഴും മഹാത്മാഗാന്ധി വെടിയേറ്റ ഭാഗം, മഹാത്മാഗാന്ധിയുടെ വധത്തെക്കുറിച്ചുള്ള ഭാഗം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ജനാധിപത്യം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ബദൽ പുസ്തകം ഇറക്കാനുള്ള ഉത്തരവാദിത്വം കാണിച്ച ഒരു വിദ്യാഭ്യാസ വകുപ്പും SCERT സംവിധാനവും നമുക്കുണ്ട്. ആ സംവിധാനം, ആ കരിക്കുലവും പാഠപുസ്തകങ്ങളും നല്ല വൃത്തിയായിട്ട് നടപ്പിലാക്കും. അത് കോൺഗ്രസിന് മനസ്സിലാവാത്തതിന്റെ കാര്യം. അതിൽ ആശങ്കപ്പെടേണ്ട വിഷയങ്ങളുണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് കോൺഗ്രസിന് ഒരിക്കലും ബോധ്യമാവില്ല. കാര്യം കോൺഗ്രസ് അടിസ്ഥാനമായ ആശയങ്ങൾ പണ്ടേ നടപ്പിലാക്കിയതാണ്. എങ്ങനെയാണ് NEP-യുടെ സ്വാശ്രയ വിദ്യാഭ്യാസത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തിലെ സ്വകാര്യവൽക്കരണത്തെക്കുറിച്ചുമുള്ള ആശയം ആദ്യം മുളയ്ക്കുന്നത് LDF-ലല്ല. അത് ആദ്യം മുളയ്ക്കുന്നത് വിശാലമായി ദേശീയ തലത്തിലാണ്. അത് കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ് അത് ഉണ്ടാവുന്നത്. ആ കാലഘട്ടം മുതലാണ്. പക്ഷേ എങ്ങനെയാണ് നമ്മളുടെ രാജ്യം ഒരു ഫെഡറൽ സംവിധാനമാണെങ്കിൽ പോലും അത് ഭരിക്കുന്നത് യൂണിയൻ സർക്കാരാണ്. നമുക്ക് ഒരു യൂണിറ്ററി സംവിധാനം എന്ന നിലയിൽ സംസ്ഥാനങ്ങൾക്ക് വളരെ പരിമിതമായ അധികാരമേ ഉള്ളൂ. പക്ഷെ അവിടെയും നമ്മൾ പോരാടി. നേരത്തെ പറഞ്ഞില്ലേ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്നാക്കണമെന്ന് പറഞ്ഞു. പൂർണ്ണമായും അത് മാറ്റാൻ നമ്മൾ സമ്മതിച്ചു. നമ്മളും വഴങ്ങി, കേന്ദ്ര സർക്കാർ മുഴുവൻ നിരന്തരമായിട്ട് വഴങ്ങി. ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലൊപ്പം ഈ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്ന് പതിപ്പിച്ചു തുടങ്ങി. PMC പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതി പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവും. ഈ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയിൽ 72,000 രൂപ തന്ന് 4 ലക്ഷം രൂപയുടെ ലൈഫ് മിഷന്റെ പദ്ധതിയിൽ പ്രധാനമന്ത്രി ആവാസ് യോജന എഴുതണമെന്ന് പറഞ്ഞു. പറ്റില്ല, സൗകര്യമില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ കേന്ദ്രം വഴങ്ങേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ പല പല പ്രോജക്റ്റുകളിൽ 82ഓളം പദ്ധതികളിൽ 17 എണ്ണത്തിലും PM-ന്റെ പേരാണ്. അതടക്കം നമ്മൾ പലതിലും കോംപ്രമൈസ് ചെയ്തിട്ടാണ്. കാര്യം ഇതൊരു
പരിമിതിയാണ്, ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പരിമിതിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് അല്ല. നമ്മുടെ സ്റ്റേറ്റ് ഇപ്പോഴും എന്താ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ നടപ്പിലാക്കാൻ പറ്റുമോ എന്ന സാധ്യതകൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഒരു സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിനിമം അത്തരം കാര്യങ്ങൾ ഉറപ്പാക്കുക. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി, അവരുടെ പെൻഷൻകാർക്ക് വേണ്ടി, കർഷകർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി മിനിമം വേതന, സാമൂഹിക ജീവിത വ്യവസ്ഥകൾ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് ആണ് എന്ന് മാത്രമേ LDF അവകാശപ്പെടുന്നുള്ളൂ. അതൊരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റേ അല്ല എന്നുള്ളതാണ്. പക്ഷേ NEPയുടെ പ്രശ്നം അടിസ്ഥാനമായി അതല്ല. വർഗീയമായിട്ട് നിങ്ങൾ കടത്തിവിടുമോ? വിശാലമായ ദേശീയ രാഷ്ട്രീയത്തിൽ എനിക്ക് ആശങ്കയുണ്ടെന്നേ. NEP രാഷ്ട്രീയത്തിൽ വന്നാൽ കേരളത്തിൻ്റെ അവസ്ഥയല്ല ഉത്തർപ്രദേശിൽ, കേരളത്തിൻ്റെ അവസ്ഥയല്ല ഗുജറാത്തിൽ. എന്തുകൊണ്ട് മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തു എന്ന് ചോദ്യപേപ്പർ ഇടുന്ന ഗുജറാത്തിലെ അവസ്ഥയിൽ, ഈ ഉത്തർപ്രദേശിലെ അവസ്ഥയിൽ, ഒരുപക്ഷേ BJP ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ കടന്നുകൂടും. അവിടെ NEP തത്വത്തിൽ എതിർക്കുക തന്നെയല്ലാതെ മറ്റു വഴികളില്ല. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം, ഇനി NEP നിങ്ങൾ എതിർത്താൽ പോലും ദേശീയ നയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന NCERT പരിഷ്കരണത്തിൽ ഇത് NEP വരുന്നതിന് മുമ്പ് തന്നെ ഇത് കടത്തിവിട്ട് കഴിഞ്ഞു. പക്ഷെ നമ്മുടെ സംസ്ഥാനം അതിനെ പ്രതിരോധിച്ചത് എങ്ങനെ? സംസ്ഥാനത്തിന്റെ ഫ്രെയിംവർക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്, സംസ്ഥാനത്തിന്റെ കരിക്കുലം ഫ്രെയിംവർക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. അതിപ്പോഴും നടത്താൻ കഴിയും. ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഇതിനകം തന്നെ ഈ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകങ്ങൾ ഇതിനകം തന്നെ പൂർണ്ണമായിട്ടും അച്ചടിച്ച് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി +1, +2 പാഠപുസ്തകങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന 300 സ്കൂളുകൾ ഉണ്ടെങ്കിൽ ആ 300 സ്കൂളുകളിലും പഠിപ്പിക്കുന്നത് കേരള കരിക്കുലർ ഫ്രെയിംവർക്ക് ആയിരിക്കും. അത് SET നടപ്പിലാക്കിയതായിരിക്കും എന്നുള്ളതാണ്. ഘടനാപരമായി ഒരിടത്തും മാറ്റം ഇതുവരെയും വന്നിട്ടില്ല. ഈ പ്രീ പ്രൈമറി അടക്കമുള്ള സംവിധാനങ്ങളൊന്നും ഒരിടത്തും വന്നിട്ടില്ല. പക്ഷേ ഇത് വരും എന്ന് തന്നെയാണ് ഞാൻ പറയുക. കേരളത്തിനൊന്നല്ല, ഒരു സംസ്ഥാനത്തിനും അധികകാലം NEPയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം എന്താ? 2030 ആകുമ്പോൾ നമ്മുടെ TTCയിലെയും BEDന്റെയും ഒക്കെ രീതി മാറാൻ പോവാണ് സ്മൃതി. അവിടെ വരാൻ പോകുന്നത് എങ്ങനെയാ? 5, 3, 3, 4 എന്ന ഘടനയ്ക്കനുസരിച്ചായിരിക്കും വരാൻ പോകുന്നത്. കേരളത്തിൽ മാറി നിൽക്കാൻ പറ്റുമോ? ഹയർ സെക്കൻഡറി സംവിധാനം കേരളത്തിൽ മാത്രമായിട്ട് നടപ്പിലാക്കാൻ പറ്റുമോ? എന്റെ ഒരു സംശയം, ആയി മാത്രമായി ഈ +2 സമ്പ്രദായം നിലനിന്നാൽ ഈ നീറ്റ് പരീക്ഷയും IITക്കും എഴുതാൻ പോകുന്ന 2030 ശേഷം വരുന്ന പുതിയ റിവൈസ്ഡ് ആയിരിക്കുന്ന സംവിധാനത്തിൽ കേരളത്തിലെ കുട്ടികൾ എങ്ങനെ പഠിക്കും? കേരളത്തിൽ മാത്രമായ ഒരു IITയും കേരളത്തിൽ മാത്രം മെഡിക്കൽ കോളേജും തുടങ്ങാൻ പറ്റുമോ? അപ്പോൾ സ്വാഭാവികമായി എന്താ ഘടനാപരമായ ദീർഘദൃഷ്ടി കൊള്ളാം. അല്ല ആയിക്കോട്ടെ, ഇന്നവിറ്റബിൾ, അതായത് ഇന്നവിറ്റബിൾ ആണ് നിങ്ങളൊക്കെ പറഞ്ഞാൽ മതി, ബോധ്യപ്പെടുത്തിയാൽ മതി. ഒന്നാമത്തെ കാര്യം, NEP എത്ര മികവോടെ നടപ്പാക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സ്കൂളുകളെ ഗ്രേഡ് ചെയ്യുക. അത് ഓരോ സമയം അപ്പോൾ എങ്ങനെയാണ് അത് അസസ് ചെയ്യുക? NEPയിലെ 8 വ്യവസ്ഥകൾ കേരളം ഇതിനകം തന്നെ സാധാരണ സർക്കാർ സംവിധാനങ്ങൾ നടപ്പിലാക്കി. മികച്ച ടോയ്ലറ്റ് സംവിധാനം വേണ്ടേ? ടോയ്ലറ്റ് സംവിധാനം ഒന്നുമല്ലല്ലോ നമ്മുടെ ചർച്ച. എന്താ പറയൂ, താങ്കൾ പറയൂ. കേരള വികസനവുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല, കരിക്കുലമാണ് നമ്മുടെ വിഷയം. കരിക്കുലമാണ് നമ്മുടെ ആശങ്ക. നിങ്ങൾ എന്തിനാണ് 2020 മുതൽ വലിയ ലേഖനങ്ങൾ എഴുതിയത്? നിങ്ങൾ എന്തിനാണ് പ്രമേയം പാസ്സാക്കിയത്? അതാണ് ചോദ്യം. അതാണ് CPI ചോദിക്കുന്നത്. ബോധ്യപ്പെടുത്തിയാൽ മതി. പറഞ്ഞത് NEPയെ വിശാലമായ രാഷ്ട്രീയത്തിൽ, വിശാലമായ തത്വത്തിൽ അതിനകത്ത് അപകടകരമായ ഒട്ടേറെ കണ്ടന്റുകളുണ്ട്. അതിലൊന്ന് ഇൻഡിജിനിയസ് നോളജ് സിസ്റ്റം എന്ന് പറയുന്ന, ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്ന ഇന്ത്യൻ പാരമ്പര്യ പഠന സമ്പ്രദായ രീതി നടപ്പിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൽ SCERT വരുമ്പോൾ അവിടെ പഠിപ്പിക്കാൻ പോകുന്നത് എന്തായിരിക്കും? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, വാഗ്ഭടാനന്ദനായിരിക്കും. ഈ പറയുന്ന ഈ ഗോഡ്വാർക്കറും സവർക്കറും ഒന്നും ആയിരിക്കില്ല എന്നുള്ളതാണ്. മൂഞ്ചെ ഒന്നും ആയിരിക്കില്ല എന്നുള്ളതാണ്. കേരളത്തിൽ SCERTക്ക് അതിനുള്ള സംവിധാനമുണ്ട് എന്നുള്ളതാണ്. ഏത് സ്കൂളിനാണ് നിങ്ങൾ സവർക്കറെ പഠിപ്പിച്ചില്ലെന്ന് കരുതി ഗ്രാൻഡ് തടയാൻ പറ്റൂ സ്മൃതി? കരിക്കുലം കേരളത്തിലെ സംസ്ഥാന സർക്കാരാണ് കേന്ദ്രത്തെ വിശ്വസിക്കാതിരിക്കും. ഞാൻ കേന്ദ്രത്തെ അല്ല, എനിക്ക് വിശ്വാസം കേരളത്തിലെ ജനതയാണ്, കേരളത്തിലെ അധ്യാപകരെയാണ്, കേരളത്തിലെ SCERT സംവിധാനത്തെയാണ്. ഞാൻ സ്മൃതിയെടുത്ത് ഡയറക്റ്റായിട്ട് ചോദിക്കാം, കേരളത്തിലെ SCERTക്ക് ഈ പറയുന്ന PMC സ്കൂളിൽ അടക്കമുള്ള പാഠപുസ്തകങ്ങൾ സൃഷ്ടിക്കാനുള്ള, ഗവേഷണം ചെയ്തുണ്ടാക്കാനുള്ള അധികാരമില്ലേ? ഈ തിരഞ്ഞെടുത്ത സ്കൂളുകളിൽ ഇപ്പോൾ തന്നെ 8ാം ക്ലാസ്സിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. 8ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഏത് തിരഞ്ഞെടുത്ത സ്കൂള്? തിരഞ്ഞെടുത്തിട്ടില്ല സാർ. നോക്കൂ, ഇപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം 8ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഇപ്പോൾ ഉണ്ട്. IAS-മായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. PMC നടപ്പിലാക്കിയിട്ടില്ലല്ലോ. എന്താ സ്മൃതി പറയുന്നത്? SCERT പാഠപുസ്തകത്തിൽ ഇൻഡിജീനിയസ് നോളജ് സിസ്റ്റത്തിനകത്ത് ഈ ഇപ്പൊ സവർക്കറെ കൊണ്ടുവരാൻ കഴിയുമോ ഇല്ലയോ? എന്റെ ചോദ്യം. സവർക്കർ നിൽക്കണ്ട, കൊണ്ടുവരും. ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഈ ഇത്രയും സ്കൂളുകളിൽ
നിങ്ങൾക്ക് കരിക്കൽ നിങ്ങളുടെ മാത്രമായി കൊണ്ടുവരാൻ പറ്റില്ല. ദേശീയ വിദ്യാഭ്യാസം നോക്കൂ, നിങ്ങൾ ഈ പൈസ വാങ്ങി ഞങ്ങളുടെ ഇഷ്ടത്തിന് പഠിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിപ്പിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിപ്പിച്ചോളൂ. ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രേ പറയാനുള്ളൂ. വിശ്വാസത്തിന്റെ പ്രശ്നമല്ലല്ലോ. എനിക്ക് സ്മൃതിയോട് രണ്ട് കാര്യത്തിലെ സംശയമുള്ളൂ. ഒന്ന്, സ്മൃതി വിശ്വസിക്കുന്നുണ്ടോ എൻ ഇ പിയിൽ തന്നെ PMC നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ സ്റ്റേറ്റ് കരിക്കുലർ ഫ്രെയിംവർക്ക് ഉപയോഗിക്കാൻ പാടില്ലേ? നോക്കൂ, അതിലേക്കൊക്കെ കടന്നു കയറാൻ കഴിയുന്ന രൂപത്തിലാണ് ഈ സംവിധാനമുള്ളത്. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ തന്നെയുള്ള 8ാം ക്ലാസ്സിലെ കാര്യമാണ്. നോക്കൂ, നിങ്ങൾ ഈ ദിവസങ്ങളുടെ കണക്ക് വെച്ചിട്ട് ഈ പറയാതെ ഇരിക്കൂ ദയവ് ചെയ്തിട്ട്. 8ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിപ്പിക്കുന്ന കാര്യമാണ് NCERT കാര്യം പറയുന്നത്. NCERT മതി എന്നാണ് ഈ പറയുന്ന പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതി പറയുന്നത്. NCERT-യിലല്ലേ ഈ പറയുന്ന വർഗീയമായിട്ടുള്ള എല്ലാ അജണ്ടകളും ഉള്ളത്? അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? അത് മാറ്റിയിട്ടല്ലേ നമ്മൾ പുതിയ പാഠപുസ്തകം ഇറക്കിയത് സ്മൃതി? അതല്ലേ SCERT +1 +2 കൊടുത്തത്, പൊളിറ്റിക്കൽ സയൻസിൽ കൊടുത്തത്, ഹിസ്റ്ററി കൊടുത്തത്? എവല്യൂഷന്റെ ഭാഗം. ഒരു നിമിഷം, അത് മാത്രമല്ല, എവല്യൂഷൻ NCERT പുസ്തകങ്ങൾ സൈലന്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. കേരളത്തിൽ എവല്യൂഷനെ കുറിച്ച് സൈലന്റാ? SCERT എവല്യൂഷൻ പഠിപ്പിക്കുന്നില്ലേ? SCERT മഹാത്മാഗാന്ധിയുടെ വധം പഠിപ്പിക്കുന്നില്ലേ? SCERT സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്കാളിത്തത്തെ കുറിച്ച് പഠിപ്പിക്കുന്നില്ലേ? സോഷ്യൽ സയൻസിൽ മാത്സിനെ കുറിച്ച് അതേ SCERT അല്ലേ പുസ്തകം തയ്യാറാക്കുക? പിന്നെ എങ്ങനെ മാറും? മാറാൻ നിർബന്ധിതമാകും. എങ്ങനെ? ഹൗ? അത് കേന്ദ്രം സമ്മർദ്ദം നടപ്പാക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എന്താണോ RSS ഉദ്ദേശിക്കുന്നത് അതാണ് കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു തർക്കമില്ല. പക്ഷേ ആ സംസ്ഥാനത്തിന്റെ പേര് ഉത്തർപ്രദേശ് എന്നോ ഗുജറാത്ത് എന്നോ ആവണം, കേരളം എന്നാവില്ല. ശരി, കേരളത്തിൽ പ്രത്യേക സംവിധാനമായി നടപ്പാക്കാൻ. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പിണറായി വിജയൻ തന്നെ പോയി ബിനോയ് വിശ്വത്തോട് പറഞ്ഞത് നമുക്ക് വേറെ വഴിയില്ല എന്നാണ്. ആദ്യം മനസ്സിലാക്കുക, വേറെ വഴിയില്ലെന്നേ. ഇത് നോക്കൂ, ഇത് എന്റെയും സ്മൃതിയുടെയും സംസ്ഥാനം കേരളമാണ്. നമ്മുടെ ഈ സംസ്ഥാനത്തിന് തരാനുള്ള 971 കോടി രൂപ ഈ വർഷത്തെ മാത്രം മാറ്റിവെച്ചാൽ SSKയുടെ ഭാഗമായി നമുക്ക് കിട്ടാനുണ്ട്. ഇനി സ്മൃതി പറയുന്നത് പോലെ കോടതിയിൽ പോയാൽ എന്താ സംഭവിക്കുക? 2010 ഭീം സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊരു കേസുണ്ട്. അതിൽ മിസലീനിയസ് ഫിനാൻഷ്യൽ പ്രൊവിഷനിൽ ആകെ കേന്ദ്രം കൊടുക്കുന്ന ഗ്രാന്റുകളിൽ 5ൽ 4 ഡിസ്ക്രീഷൻ സ്വഭാവത്തിലുള്ളതാണ്. അത് കേന്ദ്ര സർക്കാരിനോട് പോയി വാദിച്ച് വിജയിച്ചെടുക്കുക അസാധ്യമാണ് ഏറെക്കുറെ. എന്തിനേറെ നമുക്ക് തരാനുള്ള ഗ്രാൻസിന്റെ കാര്യത്തിൽ പോലും ഒത്തുതീർപ്പോ സമവായമോ വേണമെന്നുള്ള ഘട്ടമാണ് ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി എടുത്തത്. അത് 282 ആർട്ടിക്കിൾ പ്രകാരം കേന്ദ്രത്തിന് അനുകൂലമായി വിധി വരാൻ സാധ്യത. നിയമോപദേശം കിട്ടി അവിടേക്ക് പോയ ഉദ്യോഗസ്ഥരെ തിരിച്ച് ഇവിടെ നിയമ പോരാട്ടത്തിൽ. അല്ല, സ്മൃതി ആദ്യം പറഞ്ഞതിൽ സംശയം മാറിയല്ലോ. വർഗീയവൽക്കരണം SCERT-ക്ക് നടപ്പിലാക്കാൻ കഴിയില്ല. എനിക്ക് ഒരു സംശയവും മാറിയിട്ടില്ല. കാരണം അത് നടപ്പാക്കാൻ അവർക്ക് കഴിയും. കേന്ദ്രത്തിന് വഴങ്ങി കഴിഞ്ഞാൽ കേന്ദ്രത്തിന് അത് നടപ്പാക്കാനും അറിയാം. നോക്കിക്കോളൂ. സ്മൃതിയുടെ സംശയം കേരളത്തിലെ പൊതുജനങ്ങളുടെ സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ ചരിത്രത്തിലും ശാസ്ത്രത്തിലും ഇന്ന കാര്യങ്ങൾ കൂട്ടിച്ചേർക്കണം, അത് കൊടുത്തേ തീരൂ എന്ന തീരുമാനത്തിലേക്ക് വരും. എങ്ങനെ വരും? അന്വേഷിച്ചാൽ മതി. അല്ല, അവിടെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ. നമ്മുടെ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റ് പെട്ട വിഷയമല്ലേ? വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാക്കിയത് പണ്ടത്തെ കേന്ദ്ര സർക്കാരല്ലേ? അന്ന് കോൺഗ്രസ് അല്ലേ അതിൽ ഭേദഗതി വരുത്തി കൺകറന്റ് ലിസ്റ്റിൽ വരുമ്പോൾ സംസ്ഥാനത്തിന്റെ പരിമിതി എന്ന് പറയുന്നത് പൂർണ്ണമായും നമ്മുടെ മാത്രം തീരുമാനമല്ല. ഈ വിഷയത്തിൽ കേന്ദ്രം ഒരു നിയമം ഉണ്ടാക്കുകയും സംസ്ഥാനം ഒരു നിയമം ഉണ്ടാക്കുകയും ചെയ്ത കേന്ദ്രത്തിന്റെ നിയമമേ നിൽക്കൂ. ഭരണഘടനാപരമായ പരിമിതിയാണല്ലോ നമ്പർ 1. നമ്പർ 2, ഇനി പഠന പ്രക്രിയ തീരുമാനിക്കാനും പാഠപുസ്തകങ്ങളുടെ സിലബസ് കണ്ടന്റ് തീരുമാനിക്കാനും കേന്ദ്രത്തിനൊരു അധികാരവുമില്ല. നമ്മുടെ സ്റ്റേറ്റിന്റെ SCERT-ക്കേ സാധിക്കൂ. ശരിയല്ലേ? അതിന്റെ പേരിൽ കേന്ദ്രത്തിന് എന്ത് ചെയ്യാൻ പറ്റും? SCERT പാഠപുസ്തകങ്ങളിൽ കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റുമോ? ഭരണഘടനാ ലംഘനമില്ലെങ്കിൽ. അപ്പൊ ഇതൊന്നും മനസ്സിലായില്ല ബിനോയ് വിശ്വത്തിന്റെ പ്രശ്നമല്ല. തത്വത്തിൽ ഈ വിഷയത്തെ എതിർത്തിരിക്കുന്നതിന്റെ കാര്യം എന്തറിയോ? അത് ഇന്നേ വരെ കോൺഗ്രസുകാർക്കും രാജസ്ഥാനിലെ കോൺഗ്രസിലും മനസ്സിലാവാത്ത പോയൊരു കാര്യമുണ്ട്. രാജസ്ഥാനിലേക്ക് നടപ്പിലാക്കിയ കോൺഗ്രസ് സ്റ്റേറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. CPM എന്തുകൊണ്ട് NEP എതിർക്കുന്നു എന്നുള്ളത് ഇനിയും മനസ്സിലാക്കാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിന് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് അറിയാമോ സ്മൃതി? കേരളത്തിൽ ഒന്ന് ചോദിക്കും, ആകെ പറയുന്ന കാര്യം വർഗീയവൽക്കരണം. സർ, അതാണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം നടപ്പിലാക്കണം എന്നുള്ളതാണ് NEP-യിലെ ഒരു കമ്പോണന്റ്. അത് നടപ്പിലാക്കേണ്ടെന്ന് SCERT വിചാരിച്ചാൽ ആ പ്രശ്നം അവസാനിക്കും. പക്ഷെ പ്രശ്നം എന്താ? അതിനും അപ്പുറം നിൽക്കുന്നൊരു വിഷയമുണ്ട്. ഇതിനകത്ത് എക്സിറ്റ് ഓപ്ഷനുകൾ ആശങ്കയുണ്ടാക്കുന്നത് കേരളത്തെക്കാൾ മറ്റു സംസ്ഥാനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. അവിടെ വിദ്യാർത്ഥികൾ ഈ പഠന പ്രക്രിയയിൽ നിന്ന് പോയി അവരുടെ കുലത്തൊഴിലുകളിലേക്ക് പോകുന്ന സംവിധാനം ഉണ്ടാവും. അതൊരു പ്രോഗ്രസീവ് സൊസൈറ്റിക്ക് ചേർന്നതല്ല.
മൂന്നാമത്തെ കാര്യം, കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി കൊണ്ടുവന്ന ഈ ആശയം നമ്മുടെ ഫെഡറലിസത്തെ തകർക്കുന്നു എന്നുള്ള മറ്റൊരു വിശാലമായ രാഷ്ട്രീയമാണ്. അതും നമുക്കിനി നിവൃത്തിയില്ല. കേന്ദ്രത്തിൻ്റെ കയ്യിലാണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നിൽക്കുന്നത്. അധികാരം അവരുടെ കയ്യിലാണ്. ഞാൻ അതാണ് നേരത്തെ വിഭജിച്ചു പറഞ്ഞത്. അപ്പോൾ ഈ പണം വേണോ? അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാണ്ടാണ് പിന്നെ ഈ മുദ്രാവാക്യങ്ങളൊന്നും സർക്കാരുകൾക്ക് നടപ്പാക്കാൻ പറ്റാത്ത എന്താണാവോ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്? അതാണ് വിളിക്കാനൊരു മുദ്രാവാക്യമെങ്കിലും LDF ഇപ്പോൾ ബാക്കിയുണ്ട്. മുദ്രാവാക്യം അതില്ല എന്നുള്ളതാണ് വാസ്തവം. മുദ്രാവാക്യങ്ങൾ എന്ന് പറയുന്നത് ഈ സർവ്വരാജ്യ തൊഴിലാളികളെ സോഷ്യലിസം വിജയിക്കട്ടെ എന്ന് പറഞ്ഞാലോ, കേരളത്തിൽ LDF വിജയിച്ചല്ലോ എന്നിട്ട് സോഷ്യലിസം എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കുന്ന മണ്ടൻ ചോദ്യമാണത്. മുദ്രാവാക്യങ്ങൾ എന്തിനാണ്? മുദ്രാവാക്യങ്ങൾ ജനങ്ങളെ ഒരു കാര്യം ബോധ്യപ്പെടുത്തുക, രാഷ്ട്രീയമായി അവരെ പഠിപ്പിക്കുക, അവരെ സോഷ്യലൈസ് ചെയ്യുക, അവരെ ആശയം പറഞ്ഞ് മനസ്സിലാക്കുക. NEP-യുടെ അപകടം എന്താണെന്ന് മനസ്സിലാക്കാൻ മുദ്രാവാക്യങ്ങൾ ഉണ്ടാവണം, ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. PM-ശ്രീ പദ്ധതി നടപ്പിലായാൽ പോലും NEP-യുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് കേരളം ചർച്ച ചെയ്യണമെന്ന് തന്നെയാണ് എന്റെ നിലപാട്. അതിന്റെ ദൂഷ്യവശങ്ങൾ വിശാലാർത്ഥത്തിൽ വരും കാലത്തെ ഭാവി തലമുറയെ കൊമേഴ്സ്യലൈസ് ചെയ്യും, പ്രൈവറ്റൈസ് ചെയ്യും, അവരെ ഈ പറയുന്ന ചിന്തിക്കുന്ന ബ്രെയിനുകളാക്കി മാറ്റില്ല, അവരെ തൊഴിലാളികളാക്കി മാറ്റും. ഇതൊക്കെയാണ് അതിന് പിന്നിലെ ആശയങ്ങൾ. സ്മൃതി, അതിനെ എതിർക്കുന്നതിന് പകരം നമ്മുടെ മുന്നിൽ ഇതാ PM-ശ്രീ പദ്ധതി വന്നു, അതോടുകൂടി എല്ലാം തകർന്നു, കേന്ദ്രത്തിന് തലവെച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു പോകുന്നത് പരമാബദ്ധമാണ്. പക്ഷേ അപ്പോഴും CPI വിശ്വാസത്തിലെടുക്കാതെ CPM ഈ തീരുമാനമെടുത്തത് ശരിയായില്ല എന്നാണ് എൻ്റെ നിലപാട്. അത് കൊയിലേഷൻ ധർമ്മ എന്നൊക്കെ പണ്ട് അടൽ ബിഹാരി വാജ്പേയി ഒക്കെ പറയുന്നത് പോലെ ഈ കൊയിലേഷൻ ധർമ്മയ്ക്ക് 100%. അതാണ് കൊയിലേഷനെ കുറിച്ച് ഏറ്റവും ഇൻസ്റ്റബിൾ ആയിട്ടിരിക്കുന്ന ഈ അടൽ ബിഹാരി വാജ്പേയി എന്നൊക്കെ കേൾക്കുമ്പോൾ അടൽ ബിഹാരി വാജ്പേയി വാസ് എ ഗുഡ് പൊളിറ്റീഷ്യൻ. അദ്ദേഹം എല്ലാ കാലം അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ 100% കമ്പയർഡ് ടു മോദി ഓ കമ്പയർഡ് ടു അദ്വാനി ഓ കമ്പയർഡ് ടു സംബഡി എൽസ്. അടൽ ബിഹാരി വാജ്പേയിയെ നമ്മൾ ആ അർത്ഥത്തിലാണ് റേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകളാണെങ്കിലും അദ്ദേഹത്തിന് രാഷ്ട്രീയം അതിലൊരു പ്രത്യേക സ്വഭാവമുണ്ട്. RSS രാഷ്ട്രീയം മാറ്റിവെക്കും, അത് മാറ്റി നിർത്തിയാൽ പോലും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ചുരുക്കത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് CPI ഏറ്റവും കടുത്ത നിലപാടിലേക്ക് പോവില്ല. അതിന് തൊട്ട് താഴെയുള്ള നിലപാട് പ്രതീകാത്മകമായ ഒരു പക്ഷേ അതിൽ നിന്ന് മാറി നിൽക്കും. പക്ഷേ അധികകാലം മാറി നിൽക്കാൻ കഴിയില്ല. ഈ വിഷയത്തിൽ കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്ന ഒന്നുണ്ട്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ആ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി പാലിക്കാതിരുന്നാൽ പ്രതിപക്ഷം അത് ഉയർത്തുന്ന ഒരു മുദ്രാവാക്യമായിട്ട് മാറും. അത് CPIയെ സംബന്ധിച്ച് ദോഷം ചെയ്യും എന്നുള്ളതാണ്. മാത്രമല്ല പ്രധാനപ്പെട്ട വകുപ്പുകളാണ്, പ്രധാനപ്പെട്ട മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വേണ്ടുന്ന വിഷയങ്ങളാണ്. റവന്യൂ വകുപ്പും കൃഷി വകുപ്പും ഒക്കെ, അതിലൊന്നും ഭക്ഷ്യവകുപ്പും എല്ലാം അതിലൊന്നും വിട്ടു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി പ്രതിഷേധം അറിയിച്ച് പിൻവാങ്ങും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെ പിൻവാങ്ങും? ശക്തമായ പ്രതിഷേധം അറിയിക്കും. ഈ CPI കൂടി CPM വിശ്വാസത്തിലെടുത്തു എന്ന പ്രതീതി ജനിപ്പിച്ചതിന് ശേഷം അടുത്ത മന്ത്രിസഭാ യോഗ തീരുമാനത്തിനും മന്ത്രിസഭയിൽ ഒരു പക്ഷേ പ്രതീകാത്മകമായി വിട്ടുനിന്നേക്കാം. അതിനുശേഷം വിയോജിപ്പ് അവിടെ ക്യാബിനറ്റിൽ വിയോജിപ്പ് പോലും രേഖപ്പെടുത്താൻ പറ്റില്ല. കാര്യം ക്യാബിനറ്റ് ഒറ്റ ഡിസിഷനാണ്. അവിടെ നിങ്ങൾക്ക് രാജിവെക്കാതെ വേറെ മാർഗമില്ല എന്നുള്ളതാണ്. അപ്പോൾ വിയോജിപ്പ് പരസ്യമായി പറഞ്ഞ് ക്യാബിനറ്റിലേക്ക് തിരിച്ചുപോയി. പിന്നീട് മന്ത്രിമാർ ഇതിൽ കുറിച്ച് നിശബ്ദരാകും. CPI രാഷ്ട്രീയ ചർച്ചയായിട്ട് മുന്നോട്ട് പോകും. ഞാൻ പറയുന്നത് കേരളവും ഇത് രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്യുകയും വേണം. പക്ഷേ അത് ചർച്ച ചെയ്യാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ഒരു സംവിധാനമാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ കാര്യമായി ഇപ്പോൾ പ്രതികരണത്തിലില്ലാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.